നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. നമ്മൾ സ്ഥിരമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ സൺസ്ക്രീൻ എന്നും എന്താണ് സൺസ്ക്രീൻ എന്നും നമ്മളത് ഉപയോഗിക്കണോ, ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ. സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതിൻ്റെ പേര് തന്നെയുണ്ട്. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഇത് സൺ ക്രീം അല്ല. സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു അതിനാണ് നമുക്ക് പറയാം. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് അതിൽ പേര് പോലെ തന്നെ നമ്മൾക്ക് സണ്ണിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള രശ്മികളുണ്ട്, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പണ്ടുള്ള ആളുകളൊക്കെ ഇത്രയും സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പണ്ടുള്ള പോലെയല്ല നമ്മളെ UV ലൈറ്റ് ഉള്ളത്. ഏറ്റവും കൂടുതൽ അപകടകാരികളായിട്ടുള്ള രശ്മികൾ ഇപ്പോഴാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസറിൻ്റെ എണ്ണവും കൂടി വരുന്നത് കണ്ടീഷനുണ്ട്. നമ്മൾ അതേപോലെ തന്നെ അറിയാം, നമ്മൾ കേരളത്തിൽ നോക്കുന്ന സമയം എത്ര ആളുകളുടെ ഫേസിലാണ് നോക്കിക്കഴിഞ്ഞാൽ കരിമംഗല്യം പോലെയുള്ള പ്രശ്നങ്ങൾ കാണാറുള്ളത്. ഒട്ടുമിക്ക ആളുകളും സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളൊരു കണ്ടീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ട്. സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. SPF 30 അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ SPF 100 ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. SPF 100 ഉപയോഗിച്ചാലും 50 ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഏകദേശം ഒരേപോലെ തന്നെയാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. 30ക്ക് മേലേക്ക് എത്രയായി കഴിഞ്ഞാലും ഒരുപാട് പ്രൊട്ടക്ഷൻ ഇല്ല. ഇനിയിപ്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും 100% ഒരു സൺലൈറ്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല. 100% പ്രൊട്ടക്ഷനൊന്നും കിട്ടത്തില്ല. പക്ഷേ ഒരു 99% എങ്കിലും നമുക്ക് സൺലൈറ്റിൽ നിന്ന് പ്രിവെൻഷൻ ഉണ്ടാകും. അത്രയെങ്കിലും നമ്മൾക്ക് സൺലൈറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് നോക്കിയാലോ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 ഫിംഗർ റൂളാണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഈ 2 ഫിംഗറിൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് മൊത്തമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കഴുത്തിലെടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ഫിംഗറും കൂടി എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് കഴുത്തിലൂടെ അപ്ലൈ ചെയ്യുക. പല ആളുകൾക്കും സ്കിൻ കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഫേസിലും കഴുത്തിലായിട്ട് വരാറുണ്ട് സ്കിന്നിലുള്ള ക്യാൻസേഴ്സ്. അപ്പോൾ അത് വരാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് സ്കിന്നും കഴുത്തുമാണ് നമ്മൾ കൂടുതലായിട്ടും സൺലൈറ്റിൽ നമ്മൾ എക്സ്പോഷർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബോഡി സൺസ്ക്രീൻ ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഈവൻ ഇത് നമ്മൾ സ്വിം ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിൽ, കുളിക്കാൻ പോകുന്ന സമയത്താണെങ്കിലൊക്കെ നമ്മൾക്ക് അപ്ലൈ ചെയ്യണം നല്ലതാണ്. അതുപോലെ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രോഡ് സ്പെക്ട്രം എന്നുള്ളതാണ്. അതിൽ PA 2+, 3+ എന്നുള്ളതൊക്കെ PA 4+ മാക്സിമം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. അത് ബ്രോഡ് സ്പെക്ട്രമാണ്. UVA എന്ന് പറയുന്ന റേസിനെയും UVB എന്ന റേസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾക്ക് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സൺസ്ക്രീന് മറ്റു പല കോമ്പിനേഷൻസ് ആയിട്ടുള്ളതുണ്ടാകും. ഇപ്പോൾ നാച്ചുറലി പറയുവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റെമഡിയാണ് കാലൻഡുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അർണിക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ C എന്ന് പറയുന്നതൊക്കെ. അതൊക്കെ നാച്ചുറലി ഉണ്ടാകുന്ന ഡെറിവേറ്റീവ്സ് ലൈക്ക് നമ്മുടെ നാച്ചുറൽ കോമ്പൗണ്ടുകളാണ്. അത് സാധാരണ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ മെഡിക്കേറ്റഡ് ഫോമിലുള്ളതായിരിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഒരു മെഡിക്കേറ്റഡ് ഫോമും അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള സൺസ്ക്രീൻ, അതല്ല മെഡിക്കേറ്റഡ് അല്ലാത്ത ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണെങ്കിലും ഓക്കെയാണ്. അത് നമുക്ക് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരും. പല ആളുകളും സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും എന്നുള്ളതൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരത്തില്ല. പകരം നിങ്ങൾക്ക് ക്യാൻസർ വരുന്നത് തടയുക മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത ഇതിൽ കണ്ടൻറ്റുകൾ വളരെയധികം മോശമുള്ള ഏതെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഡിസീസസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ഫേസ് വാഷ് ചെയ്യാനും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രവാസികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ അവിടുത്തെ ചൂട്, പ്രത്യേകിച്ച് GCC കൺട്രിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അവിടുത്തെ ചൂടിൽ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ വേനൽ മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കരുത്. നമ്മൾക്ക് വിൻ്റർ ആണെങ്കിൽ, നമ്മൾ തണുപ്പുള്ള കാലയളവിലാണെങ്കിലും മഴയത്താണെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഏത് സമയത്താണെങ്കിലും സൺലൈറ്റ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ്ങർ ആയിരിക്കും, UV റേസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മെലാസ്മ പോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ ഡിസീസുകൾ വരുന്നുണ്ടെങ്കിൽ, പിമ്പിൾസ് വരുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ സൺ ടാൻ വരുന്നുണ്ടെങ്കിലൊക്കെ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കേണ്ട അത്യാവശ്യമാണ്. സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.